ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോത്തിന് മൂക്ക് കുത്താൻ പോവാണ്. ഇതാണ് മൂക്ക് കുത്തുന്ന ആള്. കമ്പം തടിയാണ്ടുണ്ടോ? എന്തി നോക്കട്ട്, മൂക്ക് കുത്തുന്ന സാധനം നോക്കട്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പോത്തിന് മൂക്ക് കുത്താൻ പോകുന്നത്. അടിപൊളിയായിട്ടാ. മറ്റേ ഇതിട്ട് പിടിച്ചായിരുന്ന കുപ്പിച്ചില്ലിട്ട് രാവി. ഈ പോത്തിനെയാണ് നമ്മൾ മൂക്ക് കുത്തുന്നത്. ഇന്നലെ ചന്തയിൽ നിന്ന് പിടിച്ച പോത്താണ് ഗൈസ്. അടുപ്പിച്ചിട്ടുണ്ടേ? മുപ്പത്തെട്ട് രൂപ കൊടുക്കും. 38 രൂപ ഇപ്പം കച്ചവടം. ഇത് മൂക്കാരിടാതെ പറ്റത്തില്ലേട്ടാ, മെടയ്ക്കും. ഇത് മൂക്ക് കുത്തിയാലും മെടയ്ക്കും. ഞാൻ കെട്ടണോ? ഞാൻ കെട്ടണോ? തല അടിക്കും അത്. അങ്ങനെ ഇനി കൊണ്ടുവന്നാ ഇത് വേണോ? ഇത് കേറൂലേ? ഒലക്കാല് വേണോ? മറ്റേ കൊടുത്ത ഇതാർക്കുള്ള ചാണാമാരി വെച്ചേക്കുന്നേ? നനഞ്ഞു പോയില്ലേ അത്? ആ, തുളിയുമാണ്. ഇടിക്കല്ലേ. ഞാൻ പിടിച്ചോളാം. ഓ, ഇത് പിടിക്കുമ്പോ ഇത് എങ്ങനെ എടുക്കുന്നത്? തുടങ്ങും പരിപാടി. മൂത്താ പഞ്ഞോ ഇതൊന്ന് പിടി. നോക്കില്ല. വെറുതെ പറ്റിക്കുക. ഒന്നും ആയില്ലല്ലേ, ഒന്നും അറിഞ്ഞില്ലല്ലേ? പറ്റിക്കുക വെറുതെ. ആരും ഒന്നും അറിഞ്ഞില്ല. പറ്റിക്കുക വെറുതെ. ആ, കഴിഞ്ഞല്ലേ, അത് അറിഞ്ഞില്ലല്ലേ. അത് ഇത്രയേ ഉള്ളൂ മൂക്കുത്തുന്ന പരിപാടി. ഒന്നും അറിഞ്ഞില്ല. ഇതിനെന്താ ഞാൻ പറഞ്ഞു പിടിക്കാന്ന് പറഞ്ഞത്? രണ്ടുപേര് പിടിക്കുന്നതിന് എന്തുവാ? ഒരാളെ കൂടെ പിടിച്ചാൽ പോരെ? ഞാൻ അതേ കണക്കല്ലേ പിടിച്ചത്. ആ, ഏതാ ഇതാ? ഇത് പായത്തൊന്നുമില്ല. എന്റെ ചവിട്ടിയുണ്ടല്ലേ? ഈ മൂക്കാരിട്ട് സാധനം നിന്നെ കെട്ടിയിട്ടില്ലേ? എല്ലാ മൊബൈലിലുണ്ട്. വേണ്ട കട്ടണ്ട, അയക്കണ്ട. ഇത് ഒരു ചെറിയ പോത്തിനെ പിടിക്കുക 4 പേര്. ഒരു അതിലേക്ക് എടുക്കുക. ഇങ്ങനത്തെ കെട്ടാണ് ഇത് കെട്ടുന്നത്. ഈ മൂക്ക് കുത്തുന്നതിലല്ല കാര്യം, കയറ് കെട്ടുന്നതിലെ കാര്യമല്ലേ? കുത്തുന്നത് എങ്ങനെയും കുത്താം, കയറ് കെട്ടുന്നതാണ്. ഓ, ഇന്നത് യൂട്യൂബിലായേ, യൂണിസെണ്ണം വൈറലായേ. ഇതാണ് മൂക്ക് കുത്തുന്ന സ്പെഷ്യലിസ്റ്റ്. ചെവിയുടെ ഇപ്പുറത്ത് ഇറുവി പോകത്തൊന്നുമില്ല. കയറൊക്കെ ലൂസല്ലേ? ആ, ഇച്ചിരി ഒന്ന് ലൂസാക്ക്. ആ, ഒരു ചുറ്റും കൂടെ കളക്കിയാൽ മതി. അത് മോറ കണ്ടിച്ചളയാ. വേണ്ട, 2 ദിവസം കിടക്കട്ട്. അത് മുറിയിൽ പോയി. നമ്മള് ചൂണ്ടയ്ക്ക് കെട്ടുന്ന കണക്കാ കെട്ടുന്നത്. ചൂണ്ട കെട്ടുന്ന കണക്കല്ലേ? അലക്കല്ലേ, എല്ലാം ഇത് കേക്കുവേ. അവിടെ നിൽക്കുമല്ലേ?
അതിനൊന്നും ഓ അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ലല്ലേ. പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോവുക, കണ്ണടിച്ച് കമ്മൽ കുത്തുന്നു, കാത് കുത്തുന്നു, കമ്മലിടുന്നു. ഒന്നും അറിഞ്ഞില്ല. കെട്ടങ്ങോട്ട് അഴിച്ചു വിട്. നിനക്ക് വെച്ചിട്ടുണ്ട്. കമ്മലിടുന്ന്. എന്തിയേ ഇങ്ങട്. അയ്യോ എന്റെ പൊന്നേ, പോയാത്. ഏറ്റ പിച്ചാത്തിയാ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുള്ളത്. എന്നാ നഖം വെട്ടാനാ? നഖം വെട്ടാനും മുറിയാത്ത സാധനം. ഓ ഇതിപ്പോ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ആകെ കുഴപ്പമൊന്നല്ലെന്ന്. മതിയല്ലേ, കഴിഞ്ഞല്ലേ? കഴിഞ്ഞ പോത്തിന്റെ മൂക്ക് കുത്തലും കഴിഞ്ഞ്. ഒരു ഉടുപ്പെടുത്തിടായിരുന്നു. 10 പേര് കാണുന്നതല്ല. ഇത് ആദ്യം തൊട്ട് നോക്കിക്കൊള്ളണം എങ്ങനെ കെട്ടുന്നതെന്ന്. ഉണ്ടാ നമ്മൾ സീമ് ചൂണ്ട കൊരുക്കുന്നതാണ് കന്നെ വരുന്നത്. ഇപ്പം ആകെ 2 മിനിറ്റ് കഴിയേണ്ടുള്ള സാധനം. കെട്ടഴിച്ച് വീണ്ടും കെട്ടി. ഇത് 3ാമത്തെ കെട്ടാ അത്. ഗൈസ് ഇത്രയും സമയമൊന്നും എടുക്കത്തില്ല ഗൈസ്, 2 മിനിറ്റ് എടുക്കത്തുള്ളൂ. അങ്ങനെ നിൽക്കുക. ഇതിലുണ്ടേ ഉപ്പുള്ള ഇതാക്കണ്ടേ? വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, ഒരു വെള്ളവും വേണ്ട. അത് അറിഞ്ഞില്ലല്ലേ പുറത്ത്. 2 ദിവസം കഴിയും. 2 ദിവസം കഴിയാന്നില്ല. അത് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കാൻ, ആ കയറ്റി കൊടുക്കാൻ. അത്രേ ഉള്ളൂ. കഴിഞ്ഞല്ലേ? ലൂസില്ലേ? മതി. കണ്ട സേവ് ചെയ്യാൻ പറ്റിയ പിച്ചാത്തിയാ. ഭയങ്കര കണ്ടിപ്പോ സാധനം എത്രയും മതിയത്. 20-25 വർഷമായ പിച്ചാത്തിയത്. പരമ്പരയായിട്ട് കിട്ടിയാന്ന്. കൈ മുറിയാതെ നോക്ക്. ഉരുക്കണ്ടേ? ഓ പോത്തിന്റെ ചെവി മുറിക്കോ? അടുത്ത വൈറൽ വീഡിയോ ആട്ടാ. അടുത്ത വൈറൽ വീഡിയോ ആയാ. ലൈറ്റർ ഉണ്ടാ? അത് പിന്നെ ഉരിക്കാൻ മതി, കുഴപ്പമില്ല. അങ്ങനെ പോത്തിന്റെ മൂക്ക് കുത്തിയിരിക്കുകയാണ്. പോത്തിന് കടിഞ്ഞാനിട്ട്. ഇതെല്ലാം കണ്ടോണ്ട് പൂച്ച സാറ് ഇവിടെ ഇരിപ്പുണ്ട്. ഓ എന്തുവാ കോലങ്ങൾ കാണിക്കുന്നേ? ഓ കെട്ട് പുറത്തിറക്കണ്ട അതിനെ. ആ കൊള്ളാം. ആ അതുകൊണ്ടാ കിടന്ന് കറങ്ങുന്നത്. അതിനെ എങ്ങോട്ട് അടിച്ചോണ്ട് പോയി? അതിൽ അണ്ണാ അത് ഒരുപാട് ലൂസായി പോയാ? ഇല്ല 40 രൂപയ്ക്ക് ഇപ്പം കൊടുക്കുന്നു. ആളിനെ കൊണ്ടുവരട്ടാ. ഇനി കഴുത്ത് കയറ് കെട്ടുന്ന എങ്ങനെയാന്നും കൂടെ കാണിച്ചു തരാം. മൂക്കുത്തിയപ്പോഴാണ് സ്നേഹം കൂടിയത്. അടുപ്പിച്ചിട്ട് ആ മതി. മൂക്കുത്തിയപ്പോഴാണ് സ്നേഹം കൂടിയത്. ഇത് കുത്തിയത് കാര്യമായി കേട്ടോ. ഇപ്പൊ ഉടനെ കുത്തിയ കാര്യമായി. ഓ കൊതു ഇപ്പുറത്ത് കൊതു അടിക്കുന്നു. അവിടെ നില്ല അത് പോയത് പറന്നത്. ഇത്ര നേരം നിന്നപ്പോ അങ്ങനെ മറ്റേ ഉടനെ ആ പോത്തിന് അയച്ചുകൊണ്ട് പോയിട്ടല്ലേ അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞാ കൈ വേണ്ട. കെട്ടിട്ട് അങ്ങോട്ട് പിടിച്ചോടാ.
ഇനി പിടിക്കുന്ന എന്തിനാ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ വന്ന് അങ്ങനെ ആ പോത്തിനെ അഴിച്ചോണ്ട് പോയില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ ഒന്നിനെ കൊടുത്തിട്ടുണ്ട് മുമ്പേ മറ്റേ പോത്തെ കൊണ്ടുപോയ ശേഷം നീ പോത്ത ഇതില്ലാതെ അങ്ങ് പോരാ വഴകളെ പോകും അതിന് പോറ്റെടുത്തിട്ട് പോകും അവിടെ പോറ്റി കഴിഞ്ഞിട്ടാണ് ഈ മൂക്കുത്തിയൊന്നും അറിയാത്ത പോത്തണ്ട് തെറിപ്പിക്കും കേട്ടാ ഇത്. പോത്തന്മാർ അങ്ങനെ അത് നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ കൈക്ക് ഇണങ്ങി ചിലത് തല ഒരു കുളിപ്പിക്കാൻ സമ്മതിക്കൂല ചില പോത്തന്മാർ തൊടാൻ സമ്മതിക്കൂല. പിന്നെ ചിലർക്ക് അങ്ങ് കൂടെ വരും ചന്തയിൽ തന്നെ കാണുന്നില്ലേ അതുപോലെ തന്നെ ഇതുപോലെ അതോ നാൾക്ക് ആ കയറ് പൊട്ടിയിട്ട് കിട്ടിയത് കാര്യമായി. പോത്ത് റോഡിൽ ചാടിയായിരുന്നെങ്കിൽ തീർന്ന് പിന്നെ നോക്കണ്ട അതിനെ. പിന്നെ അവർ ആരും പോത്തെ പിടിക്കാൻ നോക്കൂല അയ്യോ പിന്നാലെ കയറും കൊണ്ട് വന്നിട്ട് എത്ര 60 65 69 ഇതിനെ വിറ്റത്. 15,000 20,000 അല്ല മറ്റേ പോത്ത് കയറും പൊട്ടിച്ച് 2 ചാട്ടം ചാടിയപ്പോഴത്തേക്ക് പേടിച്ചു പോയി. കയറ് കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്ക്. മൂത്താപ്പ ഇങ്ങോട്ട് മാറ്. തീർന്നല്ലേ ഇനി എന്തുവാ നീ ഇപ്പോഴേ ഇറക്കുവാന്നാ? അത് കുത്തല്ലേ? ആ മതി. അത് ലൈറ്റർ വെച്ച് ഇടുക്കി. ആ കഴിഞ്ഞ്. ആ ഇനി പിടിച്ചെടുത്തുന്ന എന്തിനാ? ഒരു പോത്തിനെ മൂക്കുത്താനാ 4 പേര്. ഞാനില്ല, ഞാൻ വീഡിയോ എടുക്കാന്നേ. ഇപ്പോഴും മുക്കയറ്റി ഇടുവാന്നോ? ആ അത് ടൈറ്റായി പോയി കാണും ചിലപ്പോ. പൊള്ളി കിടക്കുന്ന വീട്ടിൽ പോത്തില്ലേ? അയ്യോ അടുത്ത മഴ വരുന്ന കേട്ടാ. എല്ലാം മഴ വരുന്നു. മഴ വരുന്നു, വാ അവിടെ നിൽക്കട്ടെ. ഇവിടെയൊക്കെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, ഇന്ന് ആരും കാണുന്നില്ലല്ലേ. ഓ അടുത്ത മഴ വരുന്നേ. ഇന്ന് നാളെയും പെയ്താൽ തീരാത്ത മഴ വരുന്നു. അത് വട്ടക്കാരുടെ കെട്ടി വന്നാ ഇന്നലെ പൈസ എണ്ണക്കാം, ഇന്ന് പോത്തിനെ മൂക്കൂത്തക്കാം. ആ ഇന്ന് അടുത്ത വൈറല്. ആ അതാ ഇളമാങ്ങ ഒരുപാട് ഇനി ഓടൂല. നീ എന്തിനാ പിടിപ്പിച്ചോണ്ടിരിക്കുന്നത്? അഴിക്കാൻ മരത്തിലേക്ക് കട്ട് ചെയ്ത് കളാ. അത് മോറക്കയറിപ്പ് എത്ര രൂപ മോറ കിട്ടുന്നതിന്? ആ എന്നാ അറുത്ത് കളാ പോട്ട്. എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? അതിനൊന്നും വിറ്റാക്കുള്ളല്ലേ വാക്കിന് പിന്നെ അഴിക്കാൻ ഒക്കുമെങ്കിൽ ആ കെട്ടിൻ്റെ അവിടെ ചേർത്തിട്, ഇല്ലെങ്കിൽ അടുത്ത കണ്ട് കാണിച്ച് കള പോട്ട് 60 രൂപ കേസ്. നോക്കി ഇറക്കണേ. അടിയിലൊന്നും അടിക്കല്ലേ. എന്ത് ചാടുന്ന ഇപ്പൊ? പൊട്ടിയാ? പിച്ചാത്തി വീഡിയോയിൽ കാണിച്ചിട്ട് നാണം കെടുത്തല്ലേ. 50 കൊല്ലോ? നേരത്തെ 45 എന്ന് പറഞ്ഞത്. ഇപ്പം 5 കൊല്ലം കൂടെ കൂടിയാ. ഇനി കൈ മാറണ്ട, ഇനി 5 കൊല്ലം കൂടെ കൂടും.
സാധനം കൊള്ളാം, ഇത്രയും മതി. ഇതായിരുന്നു സാധനം. ആ ഈ ഉരുക്കി പിടിക്കുന്നത് എത്തിനെ കൊണ്ട് വെച്ചിട്ട് വാ വാ, മഴ വരുന്നു. അഴിച്ചു കെട്ടുന്നാ, അതവിടെ നിൽക്കട്ടാ. ആയുധം കൊണ്ട് മൂക്കുകുത്തുന്ന ആള് പോവുകയാണ് ഗൈസ്. എവിടെ നിന്ന് ഒപ്പിച്ചെടുത്ത്? എത്ര എണ്ണത്തിന് കുത്തിയിട്ടുണ്ട് ഇത് കൊണ്ട്? ഇത് കണക്കില്ല, കുത്തിന് കണക്കില്ല. ഒരു 100 എണ്ണത്തിന് കുത്തി കാണുമോ? 100ഒന്നുമല്ല. 100ഒന്നുമല്ല. ചന്തയിൽ ചെന്നാൽ ഇത് തന്നെ ജോലി. എത്ര പേര്? 500, 600. പിന്നെ ചോദ്യമൊന്നുമില്ല, തരുന്നത് മേടിക്കും. വില വേശക്കൊന്നുമില്ല, ഗൂഗിൾ പേയും ഇല്ല. നമ്പർ കൊടുക്കട്ടെ യൂട്യൂബിൽ. ഞങ്ങൾ ഇന്നത്തെ പണിക്കാരതാ പോകുന്നത് ഗൈസ്. എടാ എപ്പോഴാ വരുന്നേ? എന്നിട്ട് എങ്ങോട്ട് പോകുന്നത്? അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളു. ഇനി നനയാൻ വയ്യ, മഴ തുടങ്ങി. വണ്ടി എടുത്ത് മാറ്റട്ടെ. യോ മൊത്തം നനഞ്ഞേ. യോ വളർന്ന ഏ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടത് ചന്തയിൽ നിന്ന് മേടിച്ച പോത്തിന് മൂക്കുത്തുന്ന വീഡിയോ ആണ്. എന്നിട്ട് അതിന് കയറിടുന്ന വീഡിയോ. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത് നല്ല മഴ തുടങ്ങി. ദൂരത്തെടുത്തില്ലല്ലേ? ദൂരത്ത് ഞാൻ ആ